ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അല്ല, എനിക്ക് നൈറ്റാണ്. നൈറ്റ് കഴിഞ്ഞ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ഗുഡ് നൈറ്റാണ്. അപ്പോൾ എന്നത്തെ പോലെ നമ്മളെത്തിയിട്ടുണ്ടായിരുന്ന ഞാൻ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയതായിരുന്നു. പക്ഷേ ഓടാൻ വേണ്ടിയിട്ട് ഇന്നലെ ഓടാത്ത കാരണം ഇന്ന് ഓടാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നല്ല കാറ്റുണ്ട്, നല്ല പൊടിക്കാറ്റുണ്ട്. പോരാത്തതിന് എനിക്ക് ചെറിയൊരു ജലദോഷം വരുന്നുണ്ടോ ഡൗട്ടുണ്ട്. വയ്യാണ്ട് അതിന് കഴിഞ്ഞാൽ ക്ഷീണിക്കും. പക്ഷേ നല്ല ഫുഡ് കഴിച്ചാൽ മതി, റെഡിയാവുമെന്ന് വിചാരിക്കാം. പിന്നെ അപ്പോൾ അത് കാരണം ഓടാൻ പോയിട്ട് തിരിച്ചു പോകുന്നതാണ് കാറ്റുകൊണ്ട്. ഡ്രസ്സൊക്കെ ഞാൻ കൊണ്ടുപോയതായിരുന്നു, പക്ഷെ ഒന്നും നടന്നില്ല. അപ്പോൾ തൽക്കാലം ഓൾറെഡി 16 മണിക്കൂർ ഫാസ്റ്റിംഗ്, 14 മണിക്കൂർ ആയിട്ടുള്ളൂ. കാരണം ഞാനിപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം ആവും എണീക്കും. അപ്പോൾ അതുവരെ പിടിച്ച് വെക്കില്ല. ചിലപ്പോൾ ഉറക്കത്തിൽ നിന്ന് വിശന്നിട്ട് അങ്ങനെ എണീച്ച് കഴിഞ്ഞാലൊക്കെ പണിയാവും. അപ്പോൾ പിന്നെ ഉറക്കം കിട്ടൂല. ഈ നൈറ്റ് ഡ്യൂട്ടിയിൽ ഒരൊറ്റ പ്രശ്നമാണ്. ആരൊക്കെ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നുണ്ട് അവർക്ക് അറിയാം അതിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നുള്ളത്. എന്തൊക്കെ ജോലി കിട്ടിയാലും നൈറ്റ് ഷിഫ്റ്റ് ഇല്ലാത്ത ഒരു ഡ്യൂട്ടിക്ക് പോകാൻ എല്ലാവരും ശ്രമിക്കണം കേട്ടോ. അത് നല്ലൊരു അഡ്വൈസാണ്. കാരണം ഞാനിപ്പോൾ അറൗണ്ട് 7-8 വർഷത്തോളമായിട്ട് നൈറ്റ് ഷിഫ്റ്റ് ഉള്ള. ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരാഴ്ച നൈറ്റ് ഷിഫ്റ്റ്, ഒരാഴ്ച മോർണിംഗ് ഷിഫ്റ്റ്, ഒരാഴ്ച ഈവനിങ് ഷിഫ്റ്റ് ഒക്കെ ആയിരുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല, 3 നൈറ്റ് 3 മോർണിംഗ് 3 നൈറ്റ്. അതും അങ്ങനെ ഇല്ലാന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. അന്ന് 8 മണിക്കൂർ 9 മണിക്കൂറുള്ളത് ഇപ്പോൾ 13-14 മണിക്കൂറാണ് നൈറ്റും 3 മോർണിംഗൊക്കെ ഉള്ളത്. അങ്ങനെ അപ്പോൾ അത് വേറെ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഡേ 14 ബ്രേക്ക്ഫാസ്റ്റ്, അതായത് ഫാസ്റ്റ് ചെയ്തിട്ട് എടുക്കാമെന്ന് വിചാരിച്ച് 2 എഗ്ഗ് കാണിച്ചു തരാം. തിളക്കുന്നുണ്ട് ഇവിടെ. 2 എഗ്ഗ് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 പീനട്ട് ബട്ടറും നമ്മളെ ഹണി ബ്രെഡ് ഉണ്ട്. ഹണി മുക്കിയിട്ടുള്ള ഇതിൻ്റെ ബ്രെഡ്, വീറ്റിൻ്റെ ലൂസി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ് കേട്ടോ. ഇതിൻ്റെ ബ്രാൻഡ് തന്നെ ഞാൻ ഓൾ വീറ്റ് ബ്രെഡും കഴിക്കാറുള്ളത്, ലൂസീൻ. ഓക്കെ, അപ്പോൾ അങ്ങനെ 2 ബ്രെഡ് വിത്ത് പീനട്ട് ബട്ടർ കൂട്ടിയിട്ട് അടിക്കണം. അത് കഴിഞ്ഞ് കിടന്നുറങ്ങും എന്തായാലും. ഇൻഷാല്ലാ എഗ്ഗും കഴിച്ചിട്ട് നേരെ കിടന്നുറങ്ങും. ചായ ഇതൊന്നും കുടിക്കാൻ നിൽക്കില്ല. കുടിച്ച് കഴിഞ്ഞാൽ ഒക്കെ ഉറക്കം പ്രശ്നമാണ്. അതൊക്കെ നൈറ്റ് ഡ്യൂട്ടിയുടെ ഒരു ഭാഗമാണ്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഒരു സാധനം കാണിച്ചിട്ട് ഡേ 13 നമ്മളെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താത്തൊരു സാധനം. എൻ്റെ അനിയൻ എന്നാലും എനിക്കൊരു സാധനം കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൻ്റെ പേര് ഞാൻ ഈ ഡയറ്റൊക്കെ തുടങ്ങിയപ്പോൾ പ്രോട്ടീൻ, അതായത് നോൺ വെജ് പ്രോട്ടീൻ ആയിട്ടുള്ള ഐറ്റംസ്, ചിക്കൻ അങ്ങനെ സാധനങ്ങളൊക്കെ ഞാൻ ആഡ് ചെയ്യാറുണ്ട് എന്നുള്ള രീതിയിൽ അവനെ കൊടുന്നു തന്നിട്ടുണ്ടായിരുന്ന ഒരു സാധനം, അതായത് എയർ ഫ്രയർ. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് ആശാൻ കൊടുത്ത് ഞാൻ പറഞ്ഞാൽ അത് ഞാൻ ഉപയോഗിക്കില്ല. കാരണം എന്താ ചിക്കൻ യൂസ് ചെയ്യാൻ പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ ഉൾപ്പെടുത്തും. കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സമയമായി കഴിഞ്ഞാൽ നമ്മൾ ചെറുതായിട്ടൊക്കെ ഉൾപ്പെടുത്തും. അപ്പോൾ ഉപകാരപ്പെടുന്ന വെച്ചിട്ട് ഇവിടെ വെച്ചിട്ട് സാധനം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ടോ ഗൈസ്, നിങ്ങൾ അനിയൻ വരുമ്പോൾ ഇങ്ങനെയൊക്കെ കൊണ്ടുവരാറുണ്ടോ? ചെക്കൻ നമുക്ക് വേണ്ടി കൊണ്ടുവന്നോ. ക്രിപ്റ്റൻ്റെ നല്ല ബ്രാൻഡാണ് തോന്നുന്നത്, എയർ ഫ്രയർ. ഡയറ്റ് നമുക്ക് തുടങ്ങിയാൽ ഇങ്ങനെ കുറേ ഉപകാരങ്ങളൊക്കെ കിട്ടും കേട്ടോ. പുതിയ സാധനമാണ്. അപ്പോൾ അതൊക്കെയാണ് വിശേഷം. ഇത് ഇന്നലെ പറയാൻ വിട്ടുപോയതാണ്. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു, അതൊന്നും ഞാൻ ഇതിൽ കാണിക്കില്ല. അത് ഗൈസ്, ഡേ 14 ഞാൻ രാവിലെ വന്ന് ബ്രെഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് അങ്ങനെ കിടന്നുറങ്ങിയതാണ്. അതായത് കുറച്ച് എഡിറ്റിങ് കാര്യങ്ങളുണ്ടായിരുന്നു, അത് കഴിഞ്ഞ് കിടന്നുറങ്ങിയതാണ്. ഇപ്പോഴാണ് എണീക്കുന്നത്. തീരെ സമയമില്ല, ഫുഡ് ഉണ്ടാക്കാൻ പോലും സമയമില്ല. ഓക്കെ, അറൗണ്ട് 9 hours ഉറങ്ങിയില്ല. ഇന്നലത്തെ ക്ഷീണം കാരണം ഒന്നും അറിഞ്ഞിട്ടില്ല. ഉറങ്ങിപ്പോയി. ജസ്റ്റ് അറിഞ്ഞൊരു 3:15 ആകുമ്പോൾ അറിഞ്ഞു. എ സിയിലാണ്ടും ഫാനിലാണ്ടൊക്കെ കിടന്നുറങ്ങിയത്. അങ്ങനെ ചൂടത്തിട്ട് എണീച്ചത്. അങ്ങനെ വീണ്ടും എണീച്ചു. പൈസ ഇട്ടിട്ട് വീണ്ടും വെറുതെ കുറച്ച് നേരം കിടക്കാൻ വെച്ച് കിടന്നതാണ്. നോക്കുമ്പോൾ 6:15 ഇതിപ്പോൾ എണീച്ചിട്ട് കഷ്ടപ്പെട്ടാണ്. അപ്പോൾ ഇന്നത്തെ ഫുഡാണെന്നുണ്ടെങ്കിൽ ഒന്നും കഴിച്ചിട്ടില്ല. കഴിക്കാൻ പോണ്. ഇതിൽ കൊളക്കേഷ്യ, മറ്റേ കിഴങ്ങില്ലേ, ചേമ്പ് പോലത്തെ കിഴങ്ങ്, അത് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ഇത് 3 വെച്ചിട്ടുള്ളൊരു സലാഡും കൂടി ഉണ്ടാക്കണം. ഒരു കോഫിയും കൂടി ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ നടക്കുമെന്ന് അറിയില്ല. ഞാൻ വുഡുണ്ട് ഇപ്പോൾ. ഞങ്ങൾക്ക് 10 മിനിറ്റ് കൂടി ഉള്ളൂ. എല്ലാം ഇറങ്ങിയില്ലെന്നുണ്ടെങ്കിൽ നല്ല ലേറ്റാവും. സോ ഗൈസ്, ഉറങ്ങിപ്പോയതാണ്. കാരണം ഫുഡ് അല്ലെങ്കിൽ കുറേ പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഡേ 14 ഇതേ പറ്റുള്ളൂ. ഓക്കെ, ബാക്കി ഞാനിനി രാത്രി ആകാനും വരികയെന്നുണ്ടെങ്കിൽ ബാക്കി വീഡിയോയിൽ പറയുന്നുണ്ട് സമയം കിട്ടുന്ന പോലെ. ഓക്കെ, വീട്ടിലേക്കൊന്നും വിളിച്ചിട്ടില്ല. ചിലപ്പോൾ സമയം കിട്ടിക്കഴിഞ്ഞാൽ അതും കൂടി ചെയ്യും. പിന്നെ വീഡിയോ എടുക്കാൻ നേരമുണ്ടാവില്ല. അപ്പോൾ ഡേ 14 ഇത് അവസാനമാണോ അറിയില്ല, എന്നാലും ഞാൻ വരും എന്തായാലും. ഓക്കെ, നമുക്ക് നാളത്തെ കാര്യങ്ങളൊക്കെ റെഡിയാക്കണ്ടേ. നാളെ ഡേ 15 അതിൻ്റെ കാര്യങ്ങൾ വേറെ റെഡിയാക്കണ്ടേ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ സലാഡ്. ഇതിലേക്ക് ഇത് ഞാൻ ഇത് ഫെറ്റ ചീസ്, ഇത് കേർഡാണ്, അൽമറയുടെ അല്ല കേട്ടോ, ഹയാത്നാടാണ്. എന്നിട്ട് ഈ ഫെറ്റ ചീസ് ബ്രിക്കായിട്ട് ഇതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് ബ്രിക്സ് ആയിട്ട് ഇതിടും, ഫെറ്റ ചീസ് ഇടും. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതാണ് നമ്മുടെ സലാഡ്. അപ്പോൾ ഇന്നത്തെ ഫുഡ് ഇതാണ് കേട്ടോ. നിങ്ങൾക്ക് കട്ട് ചെയ്യുന്നത് കാണിക്കാനൊന്നും സമയമില്ല, കാരണം നല്ല ലേറ്റായി ഇറങ്ങാൻ പോകണം. ഓക്കെ, താങ്ക് യു ഗായ്സ്, ബൈ ബൈ. ഹായ് ഗായ്സ്, അപ്പോൾ ഡേ 14 ഇന്നത്തെ ദിവസം ഒന്നും പറയണ്ട. ഒന്നിനും സമയം കിട്ടിയിട്ടില്ല. ഒന്നിനും സമയം കിട്ടിയിട്ടില്ല. കാരണം ഓൾറെഡി ഉറങ്ങി, ഞാൻ പറഞ്ഞല്ലോ 3:15 എണീച്ചു ചൂടെടുത്തിട്ട്. കഴിഞ്ഞ് വീണ്ടും കിടന്ന് ഉറങ്ങിയിട്ട് എ സിയിൽ കിടന്ന് ഉറങ്ങിയിട്ട് 6:15 എണീച്ചു. 7 മണിക്ക് എനിക്ക് ഡ്യൂട്ടി കാരണം. ഞാൻ 7:10 ഇവിടുന്ന് പോയത്. പോണ സമയത്ത് വേറെ സംഭവം കൂടി ഉണ്ടായി. വണ്ടി സ്റ്റാർട്ടാവുന്നില്ല.
അങ്ങനെ വണ്ടിയുടെ ബാറ്ററി വീക്കാണോ എന്ന് വിചാരിച്ചിട്ട് ജമ്പർ അവിടുന്ന് നമ്മളെ തൊട്ടടുത്തുള്ള ഷോപ്പിലത്തെ ഇക്കാടെ ജമ്പർ വെച്ച് സ്റ്റാർട്ട് ചെയ്ത് വീണ്ടും നേരെ ബാറ്ററി ഷോപ്പിലേക്ക് പോയി. ബാറ്ററി ഷോപ്പിൽ പോയി നോക്കുമ്പോൾ ചാവി കാണാനില്ല. ഫുൾ അക്രമരുത്. അങ്ങനെ ചാവി കാണാണ്ടായിട്ട് അത് ടെൻഷൻ വേറെ. ഈ ബാറ്ററി ഡൗൺ ആയിട്ട് വണ്ടി സ്റ്റാർട്ടാവാത്ത ടെൻഷനിൽ കയ്യിൽ നിന്ന് ചാവിയും പോയി, ഒന്നും പറയണ്ട. അങ്ങനെ അതും കഴിഞ്ഞ് അവിടുന്ന് ചാവി ഉള്ളിലും പുറത്തൊക്കെ കുറേ തപ്പി. അവിടെ ഇരിക്കണമെന്നൊക്കെ കറക്റ്റ് നോക്കിയിട്ട് എന്താ പറയുക, ഞാൻ എവിടെ ഇരുന്നിരുന്നെന്നും സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബോണറ്റ് വരെ തുറന്നിട്ട് ആളെ വണ്ടിയുടെ ബോണറ്റ് വരെ തുറന്നിട്ട് നോക്കിയിട്ട് തപ്പിയിട്ട് കിട്ടിയില്ല. അവസാനം ബാറ്ററി മാറ്റി വന്നിട്ട് ഞാൻ സ്പെയർ എടുത്തിട്ട് പോയി ബാറ്ററി മാറ്റി വന്നു. ബാറ്ററി മാറ്റി വന്നിട്ട് വീണ്ടും ഒന്നുകൂടി ഒരു ലാസ്റ്റ് ചാൻസിന് വേണ്ടിയിട്ട് ഒന്നുകൂടി ആളെ, അതായത് ആ ബാർബർ ഷോപ്പിലത്തെ ഇക്കാടെ വണ്ടി ബാക്കിൽ ജമ്പർ വെക്കാൻ പറഞ്ഞു മൂപ്പര്. ആ ബാക്കിൽ ചാവി ഉണ്ടായിരുന്നു, ഒന്നും പറയണ്ട. ചാവി മിസ്സായത്, ബാറ്ററി ഇല്ലാണ്ടായത്, ഒരു വൃത്തിപ്പെട്ട ദിവസമായിരുന്നു. ഓൾറെഡി ഉറങ്ങിപ്പോയിട്ട് നേരെ വൈകി വേറെ ഫുഡ് കഴിച്ചില്ല, വെള്ളം കുടിച്ചില്ല, ഒന്നുമില്ല. ഇവിടെ ഞാൻ കുക്കുമ്പറും സാധനങ്ങളൊക്കെ ആ നേരത്തെ ഉണ്ടാക്കിയില്ല, നേരമില്ലാത്ത നേരത്തെ ഉണ്ടാക്കി ആ സാധനം മാത്രം തിന്നിട്ടായിരിക്കുന്നത്. ഇനിയൊന്നും തിന്നാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും, നാളെ രാവിലെ വന്നിട്ട് ബാക്കി നോക്കാം, ഓടി വന്നിട്ട്. അപ്പോൾ ഇതാണ് ഡേ 14 ദുരവസ്ഥ. ഇങ്ങനെ ആയി പോയി, പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം നമ്മൾ തൽക്കാലം ഒരു കോഫി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാൽ തിളപ്പിച്ചു. നമ്മളെ സാധാ ഡെയിലി കുടിക്കുന്ന കോഫീനെ പാൽ തിളപ്പിക്കാൻ കാരണം എനിക്ക് വിശന്നിട്ടാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പാൽ കോഫി രാത്രി കുടിക്കാറില്ല, ഇടയ്ക്കേ കൊടുക്കാറുള്ളൂ. അതെ, നല്ല കടുപ്പത്തിലൊരു കോഫി കുടിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ഉറക്കത്തിനൊരു സമാധാനം കിട്ടും. ഒരു നൈറ്റും കൂടി ഉണ്ട്, ഇന്നത്തെ നൈറ്റ് പോരാണ്ട് ഇനി വന്നിട്ട് ഒരു നൈറ്റും കൂടി ഉണ്ട്. കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് പിന്നെ ഓഫായി. പിന്നെ ഒന്നും കൂടി കൂടുതൽ നമ്മളെ എന്താ പറയുക, കെയർ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഒരു മിനിറ്റ്, ഞാൻ അതൊന്നും ഉണ്ടാക്കിയിട്ട് പറയാം. പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, ജസ്റ്റ് കുറച്ച് പോസിറ്റീവ് തിങ്സ് ഉണ്ടായത്. കാരണം ഞാൻ ഈ തടി കുറക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഇന്നേക്ക് 14 ദിവസമായി. വെയിറ്റ് കുറഞ്ഞെന്നല്ലാണ്ട് എനിക്കൊരു ഫീൽ ചെയ്തിട്ടില്ല തടി കുറഞ്ഞെന്നുള്ളത്. ക്യാമറ കാണുന്നുണ്ടെന്ന് വിചാരിക്കണം, കുറച്ച് ഓക്കെ ഒക്കെ അല്ലേ. ഓക്കെ, അപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല തടി കുറഞ്ഞെന്നുള്ളത്. അപ്പോൾ ഓരോ കമൻസൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ ഒരു സന്തോഷമുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഞാൻ തടി കുറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഓരോരുത്തർ കണ്ണുള്ളിലേക്ക് പോയി, അതൊക്കെ സംഭവം ഉള്ള കേട്ടോ. കൊല്ലി ഒട്ടി തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എൻ്റെ എന്താ പറയുക, ഉമ്മയുടെ ഉമ്മ ഉള്ള സമയത്തൊക്കെ ഞാൻ ഇതേപോലെയൊക്കെ ചെയ്യുന്നത്. മൂപ്പര് ഇപ്പം ഇല്ല, ആൾ മരണപ്പെട്ടു പോയി കോവിഡിൻ്റെ സമയത്ത്. അതൊരു സങ്കടമാണ്. പിന്നെ പറയാം, പിന്നെ അപ്പോൾ ആൾക്ക് തീരെ ഇഷ്ടമല്ല ഞാൻ ഭക്ഷണം കുറക്കണത്. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൻ്റെ കൊല്ലി വിട്ടെന്ന് പറഞ്ഞിട്ട് എന്നെ ചീത്ത അറിയുന്നതുകൊണ്ട് ഭക്ഷണം തീറ്റിക്കും. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു തന്നെ. അത് വേറെ എങ്ങനെ വന്നു പോയിപ്പോൾ. ഓക്കെ വീട്. അപ്പോൾ അങ്ങനെ ഒന്നുമില്ലല്ലോ. അങ്ങനെ കുറേ പേര് പോസിറ്റീവായിട്ട് പറയൽ തുടങ്ങി, തടി കുറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ എനിക്കങ്ങനെ വലിയ ആത്മാർത്ഥത കിട്ടിയിട്ടില്ല. വെയിറ്റിൽ എനിക്ക് കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇന്നലെ വെയിറ്റ് നോക്കി നോക്കും, കുറച്ചും കൂടി കുറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം ഡേ 20 അന്ന് ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ വെയിറ്റ് പറയാം. 3 കിലോനാണ് ലാസ്റ്റ് ഡേ 10 അന്ന് കുറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡേ 20 നമ്മൾ എത്ര കിലോ കുറയും എന്നുള്ളത്, ഈ ഫുഡ് ഫോളോ ചെയ്യുന്നവർക്ക് എത്ര കിലോ കുറയണമെന്നും എന്നോട് കമൻറ്റ് ചെയ്യണം. പിന്നെ അപ്പോൾ ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഡയറ്റ്. സോ നമുക്ക് നോക്കാം. അപ്പോൾ പിന്നെ കുറേ പേര് നല്ല മെലിഞ്ഞ് വരുന്നുണ്ട്, ഇത് കൺട്രോൾ ചെയ്യ്, നല്ല രസമുണ്ട് കാണാൻ, അതൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ഒരു സന്തോഷം കേട്ടോ. മെലിഞ്ഞതാണ് രസം, മെലിയുമ്പോൾ നല്ല എന്താ പറയുക. പിന്നെ എനിക്കെന്നെ തോന്നുന്നത് മുഖമൊക്കെ കുറച്ച് എന്താ പറയുക, മുഖം നോക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ക്ലിയർ ആൻഡ് ബ്രൈറ്റ് പോലെ ഉണ്ട്. ക്ലിയർ ആൻഡ് ബ്രൈറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഞങ്ങൾ ചെയ്യണ ഒരു അനാലിസിൻ്റെ പേരാട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഉതിപ്പുള്ള പോലെ മുഖമൊക്കെ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ട്. നല്ലൊരു അത് വേറെ ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസത്തിൽ വണ്ടി കേടുന്നത് വേറെ ഭാഗം. ഇങ്ങനത്തെ കുറേ അഭിപ്രായങ്ങൾ ഇപ്പോൾ ഇന്ന് നല്ലോണം കിട്ടി, ഇന്നലെ നല്ലോണം കിട്ടി, മിനിയാന്ന് കുറച്ച് അങ്ങനെ കുറച്ച് കിട്ടി തുടങ്ങണം. ഇനി പോകും തോറും കൂടിക്കൊണ്ടിരിക്കും വിചാരിക്കുന്നത്. ഓരോരുത്തർ പറയുമ്പോഴല്ലേ നമുക്ക് കൂടുതൽ എന്താ പറയുക ഊർജ്ജം വരിക ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യാൻ. അപ്പോൾ ഇനി എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇപ്പോഴൊക്കെ എനിക്ക് ക്രേവിങ്സ് ഒക്കെ വന്ന് തുടങ്ങിക്കണം. എനിക്ക് അത് കഴിക്കണം, ഇത് കഴിക്കണം എന്നുള്ള, ചിക്കൻ കഴിക്കണം, മട്ടൻ കഴിക്കണം, ബിരിയാണി കഴിക്കണം, ഇതൊക്കെ വന്ന് തുടങ്ങിക്കണം. പക്ഷേ ഇനിയാണ് ശരിക്കും ഡയറ്റ് കൺട്രോൾ ആവേണ്ടത്. ഇനി കൺട്രോൾഡ് ഡയറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ പൊട്ടും. അപ്പോൾ ഇനി ഒരു രക്ഷയില്ലാണ്ട് പിടിച്ച് നിൽക്കണം, ഒന്നും തിന്നാണ്ട്. മീൻസ് ഈ നോൺ വെജും അതുപോലെ തന്നെ ഈ കാർബോഹൈഡ്രേറ്റും കയറ്റാത്ത ഫുഡ് ഇനി മുതൽ നമ്മൾ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ചിന്തിച്ചിട്ട് തുടങ്ങണം. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. ഡേ 15 മുതൽ നിങ്ങൾക്കും ഇതേപോലെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ക്രേവിങ്സ് വരും. എല്ലാത്തിനോടും നമുക്ക് ഇഷ്ടപ്പെട്ട എല്ലാ സാധനത്തിനോടും ക്രേവിങ്സ് വരും. അപ്പോൾ വിട്ടുകൊടുക്കരുത്, ഞാനും വിട്ടുകൊടുക്കില്ല. സോ നമ്മൾ പോരാടം തന്നെ ചെയ്യും നമുക്ക് വേണ്ടിയിട്ട് ഇൻഷാ അല്ലാഹ്. സോ ഡേ 14 ഇവിടെ തീരാണ്. ഇൻഷാ അല്ലാഹ് ഡേ 15 നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വീണ്ടും തുടങ്ങാം. നാളെ എന്തായാലും തീർച്ചയായിട്ടും ഓടാൻ പോകണം. ഇന്നലെ ഓടാൻ പറ്റിയില്ല, ഇന്ന് ഓടാൻ പറ്റിയില്ല, കാരണം കാറ്റും പൊടിക്കാറ്റും ഒക്കെ ആയ കാരണം, പിന്നെ ചെറിയ ജലദോഷമൊക്കെ ആയ കാരണം. നാളെ എന്തായാലും നമ്മൾ ഓടും, തീർച്ചയായിട്ടും ഓടുമ്പോൾ വീഡിയോ എടുക്കേണ്ട ഡേ 15. ഓക്കെ, ബൈ ബൈ, സീ യു.